ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ അനിയൻ്റെ നാളെയാണ് കേട്ടോ കല്യാണം. അപ്പോൾ അത് ഇന്ന് തലേദിവസമാണ്. അപ്പോൾ ഇവിടുത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കല്യാണപ്പരയാണല്ലോ, അപ്പോൾ നിങ്ങളായിട്ട് ഒന്നുകൊണ്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വന്തം വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ അതാ പന്തൽപ്പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതാ വീട്ടിലൊക്കെ പന്തൽപ്പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കല്യാണ ചെക്കനെ കാട്ടിത്തരട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ. എടാ ഹായ്. അപ്പോൾ അയ്യപ്പേട്ടൻ അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇവിടെ ജിത്തുണ്ട് കേട്ടോ. ഇവരൊക്കെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ വിരുന്നേരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളെ ചെടികളൊക്കെ ഉള്ളിക്കാക്കിയിട്ടാണ് ഈ സൈഡൊക്കെ പന്തലൊക്കെ ഇട്ടിട്ടുള്ളത്. ചെടികളൊക്കെ ഒരു ഷോട്ടെ. പിന്നെ ഇതാക്കണം നമ്മളെ കുഞ്ഞ് വീട്, നമ്മൾ ആദ്യം ജനിച്ച് വളർന്ന വീട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വീടാണ് കേട്ടോ. അത് പെയിൻ്റൊക്കെ അടിച്ചാണ്ട് ഇപ്പോൾ അത് ഒരു മുഖച്ചായനാണ് മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം നമ്മളെ ചെടിയിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ഫീലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കണം ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ അങ്ങനെ അലമ്പായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആകെ പരന്നിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഒരു പരിപാടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഒതുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ മറക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങനെ മറക്കും. അപ്പോൾ എപ്പോൾ ഒരു തോന്നലോട് തോന്നി അപ്പം അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അതാ ഏട്ടൻ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ന്യൂസൊക്കെ കാണുകയാണേ. ഇനി നമുക്ക് ഇങ്ങനെ പോയി കേട്ടോ. അടുക്കളയ്ക്കൊക്കെ ഇതുണ്ടോ, റൂമിലൊക്കെ ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ വലിച്ച് വാരിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മു ഇതാക്കണോ ഇവിടെ എന്തൊക്കെയോ ഫോണിലൊക്കെ പരിപാടിയാണ്. പിന്നെ ഞാനിത് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ സൗണ്ടൊന്നും കേൾക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ ഇതാട്ടോ അതിൻ്റെ അച്ഛൻ്റെ വലിയ പെങ്ങളാണ്. പിന്നെ ഇവരൊക്കെ എന്തൊക്കെയാണ് അവിടെ പണി ചെയ്യുന്നത്. അമ്മായിയൊക്കെ ഭയങ്കര കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടുകാരെല്ലാവരും കൂടിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും കുക്കിങ്ങിലാണ്. പിന്നെ അവിയൽ അടുപ്പത്തുണ്ട്. പിന്നെ ഉപ്പേരി നോൺ വെജ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ വെജിറ്റേറിയൻ ആയിക്കോട്ടെ. ഇനി മീനൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാകെ സ്മെല്ലെടുത്തിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ അത്. അപ്പോൾ എന്തായാലും ഒന്ന് പച്ചക്കറി മാത്രം. അപ്പോൾ അവിയൽ അടുപ്പത്തുണ്ട്. സാമ്പാർ റെഡി, ഉപ്പേരി റെഡി. പിന്നെ ഓലനുണ്ട്. ഇതാക്കണോ നമ്മളെ ഓലൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓടിച്ച വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ എടുക്കാനും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അച്ഛൻ്റെ വലിയ പെങ്ങളാണ് കേട്ടോ. ഞങ്ങളെ വല്യമ്മായി, കുട്ടിയെടുത്തിയമ്മായി എന്ന് പറയും. അപ്പോൾ അമ്മായിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് എന്താണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഇവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മളെ പെണ്ണിനുള്ള കല്യാണ പെണ്ണിനുള്ള ഡ്രസ്സ് കൊണ്ടേ കൊടുക്കണ ഒരു വീഡിയോയും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ പോയതായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോടേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ കൊണ്ടേ കൊടുത്തു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ അമ്മേൻ്റെ മോളാണ് കേട്ടോ സരി. പിന്നെ നമ്മളെ അമ്മൂസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 കൂടിയാണ് പോയത്. അപ്പോൾ കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയാം, അനിയൻ്റെ വെഡിങ് ആണ് കേട്ടോ ഞായറാഴ്ച. അപ്പോൾ കല്യാണ പെണ്ണിനുള്ള ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയാണ് പോവുകയാണ്. പോണത് കൊയിലാണ്ടിക്കാണ് കേട്ടോ. കൊയിലാണ്ടിയാണ് കുട്ടീൻ്റെ വീട്. അപ്പം എന്നാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായിട്ട് ഇവിടെ ഉണ്ട് എന്താക്കണം അമ്മായിൻ്റെ മോളുണ്ട്, സരി ഉണ്ട്. സരി ഹായ് പറഞ്ഞ മെയിൻ ചെയ്യാതിരിക്കല്ലേ. എന്നാ അമ്മ ഒരു ഹായ് പറഞ്ഞ നമ്മളോട് പിന്നെ ഹായ്. അപ്പൊ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ യാത്ര ഉണ്ട്. അപ്പൊ എല്ലാതും കൂടി ഒന്നും ഞാൻ കാണുന്നില്ല. നല്ല നല്ല കാഴ്ചകളൊക്കെ അതിൻ്റെ ഇടയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഇന്നത്തെ യാത്രയിൽ വല്ലാതെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല സുഖമായിട്ട് തന്നെ പോയി. അതുകൊണ്ട് തന്നെ വിചാരിച്ചതിനേലേറെ എളുപ്പത്തിൽ തന്നെ അവിടെ എത്തും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകണോ നമ്മളെ കോഴിക്കോടിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഓരോരോ ഫ്ലാറ്റുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ് കേട്ടോ. സമയം എത്രയായി? 11:30 മണിയായി. 11:30 മണിയായി. നമ്മൾ കോഴിക്കോട് എത്തിയിട്ടേ ഉള്ളൂ. ഇനി പോവാണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ പോവാണ്ട്. എത്തുമ്പോഴേക്കും എന്തായാലും ഉച്ചയാവുണ്ടാവും. എല്ലാവരും ക്ഷീണിച്ചോ? അമ്മ ക്ഷീണിച്ചതേ ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് പിന്നെ ക്ഷീണം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടോ? അമ്മക്ക് പിന്നെ പറഞ്ഞിട്ടില്ല. ആ നമ്മളെ തറവാട്ടേക്ക് ക്ഷീണിച്ച അത്ര. പിന്നെ വെയില് നല്ല കടുപ്പായി. നല്ല ഓള് സാധാരണ മറ്റേ സൺസ്ക്രീം ഒക്കെ ഇടലുണ്ട്. ഇന്നിപ്പോ ഒന്നിട്ടുണ്ടാവില്ല വണ്ടിയിലല്ലേ വെച്ചിട്ട്. വണ്ടിന്റെ ഇങ്ങനെ ആയി എന്താ അറിയില്ല.
ആരാ പറഞ്ഞ പുഷ്പരസല്യാന്ന്? മനോഹരമായ ഒരു പുഴ. ഇത് പുഴ തന്നെയല്ലേ? ഓ, ഇത് പതുക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കിട്ടുമായിരുന്നു. തറപ്പിക്കാണ്. എന്താണോ ഒക്കെ കഴിയും. സ്ഥലമൊന്നും അറിയില്ല. ഒരു ഒക്കെ അങ്ങനെ പോണ്ട്. അപ്പൊ അതാട്ടോ ഞങ്ങള് ഏകദേശം അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. അപ്പൊ അതാ ഇവിടെ പോണൊരു ബസ്. കൊയിലാണ്ടി, നടുവണ്ണൂർ, മുത്താമ്പി, മുക്കണ്ട. നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോ. ഈ ബൈക്കൊക്കെ ഉള്ളവര് എന്താണ് ഊരള്ളൂർ, മന്തക്കാവ്. അയ്യോ ഇനി രസം നോക്ക സ്ഥലങ്ങളെ പേരുകള്. പിന്നെ ഇതൊക്കെ ഓല പഠിക്കൂടെ തന്നെ പോണ്ടാവുക. കേട്ടോ നമ്മളെ വീട് എത്തിയിട്ടുണ്ട്. കല്യാണ വീട് എത്തിയിട്ടുണ്ട്. പെണ്ണിന്റെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുടവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് കുറച്ച് സമയമൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. ശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ രാത്രി ആവണതിൻ്റെ മുമ്പ് തന്നെ വീട്ടിലെത്താന്നുള്ള രീതിയിൽ പിന്നെ വേഗം തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ വരും. അപ്പോൾ ടാറ്റാ.